മറിയമേ, സുസ്ഥിര കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. ഉത്തമയായ ഭാര്യയെ കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ. അത് കർത്താവിന്റെ അനുഗ്രഹമാണ്. വിവാഹം അനാദി മുതലുള്ള ദൈവ പദ്ധതിയാണ്. അവിടുന്ന് ഓരോരുത്തർക്കും ജീവിത പങ്കാളിയെ ഒരുക്കി വെച്ചിരിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം നമ്മൾ നേടിയെടുക്കണം. വിവാഹം ഒരു കൂദാശയാണ്. ജീവിതാന്ത്യം വരെ നീണ്ടു നിൽക്കുന്ന അലംഘനീയമായ ഒരു ഉടമ്പടിയാണ്. The wind in your hair, the ocean in your eyes, the touch of your skin when I hold you against mine, the sound of your voice in harmony with mine. Magic we feel can happen all the time. We'll run this race as fast as we can, over and over, your hand in my hand, as we face forever and give love a chance. I'll show you again and again. It's been you, it's always been you. 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 As we grow in age, and time has proven true, the love that's in me was only made for you. We'll run this race as fast as we can, over and over, your hand in my hand, as we face forever and give love a chance. I'll show
നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇത് ഞങ്ങളുടെ വേണമേ. ഞങ്ങളുടെ പ്രിയങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, അവനെ പോലുള്ള ഒരു സഖി അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്ന് വിളിച്ചതുകൊണ്ട് ആദത്തിന് സഖിയായി ഹവായി സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കുകയും ചെയ്ത് അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ അബിയെയും ആർഡിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായി ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാറോസേപ്പെ, ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതമായി കാത്തുകൊള്ളണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും വഴി എന്നെ സദയം അനുഗ്രഹിക്കണമേ. മകളെ അബ്രാഹത്തെയും സാറയെ അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. നമ്മുടെ കർത്താവായ ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
തളികയിൽ കാഴ്ചയായി ബലിയുണർത്തുമാത്മനാഥ സ്നേഹവേദിയിൽ വരികയായി തിരികളായി നിന്റെ യാഗദീപമായെരിഞ്ഞലിഞ്ഞിടാ ദൈവമേ നിന്നിലെന്നെ ചേർത്തിടാ ദിവ്യമാം കാഴ്ചയായി സ്വീകരിക്കണേ ദൈവമേ നിന്നിലെന്നെ ചേർത്തിടാ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവ്വരും ഒന്നായി പാടിടുവിൻ
വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് ലേഖനം 5-ാം അധ്യായം 20 മുതൽ 33 വരെ ദിവസങ്ങൾ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെള്ളതാക്കി. ഇത് അവളെ കറയോ ചുരുവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളകരഹിതയും പരിശുദ്ധിയായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ടു ഭാര്യയോട് ചെയ്തു, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. 2-9 വരെയുള്ള തിരുവചനങ്ങൾ. ഫരിസേയർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാമന്ത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെ വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ബന്ധുമിത്രാദികളെ, കൂട്ടുകാരെ, കൊച്ചുമക്കളെ, ഇന്ന് ആദ്യത്തെയും ആദ്യയുടെയും വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. അതുപോലെ തന്നെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. കത്തോലിക്ക സഭയെ സംബന്ധിച്ച് മാത്രമല്ല, ഈ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഈ ഭാരതത്തില് ആഗോള കത്തോലിക്ക സഭയില് ഇടവകയില് നമ്മുടെ എല്ലാം കുടുംബത്തില് ഒരു പുതിയ കുടുംബം കൂടെ രൂപപ്പെടുകയാണ്. ഈ സന്തോഷത്തോടെ പരീക്ഷയുടെ അങ്ങനെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഇവരെ അഭിപ്രായം ചെയ്യണമേ. അങ്ങനെ സ്നേഹത്തിൽ മാതാപിതാക്കളെയും പ്രമാണങ്ങളെയും ഇതിന്റെ ഞങ്ങളെ പിതാവും പുത്രനും
വിശുദ്ധായുടെ നിയമവും തിരുസഭയുടെ നടപടിയനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ ശ്രമത്തോടുകൂടി അഭിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അഭിയ വിശുദ്ധായുടെ നിയമവും തിരുസഭയുടെ നടപടിയനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ ശ്രമത്തോടുകൂടി ആവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി ഉടമ്പടി ചെയ്തു നയിക്കുവാൻ നിങ്ങളെ വിവാഹത്തിൽ എത്തിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. വിശ്വാസത്തിലും സ്നേഹത്തിലും ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസതയിലേക്ക് എത്തിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷത്തോടെ സഹിക്കുവാനും എന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തയുമായി ഇരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയും അടയാളമാണ് ഇവർ പരസ്പരം അണിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ ആശീർവാദത്താൽ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മക്കളോട് ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി എന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. എന്റെ മണവാട്ടിയായ ക്രിസ്തു സഭ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗ്ഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. സൗഭാഗ്യമേകാ പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാവുന്ന വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി
ഞങ്ങൾ പരസ്പരം വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗകര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ വിശുദ്ധ എപ്പോഴും നിങ്ങളെ ഭരണകർത്താവും സംരക്ഷകമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധരുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഓസ്തിതൻ രൂപമായി എന്നിൽ സക്രാരി തീർക്കുന്ന സർവേശ്വര, ഓസ്തിതൻ രൂപമായി എന്നിൽ സക്രാരി തീർക്കുന്ന സർവേശ്വര, സ്നേഹമായി സ്നേഹകൂടാരമായി എന്നിലലിയാനണയും തമ്പുരാനേ, നിൻ സ്നേഹമോർത്താൽ മതി വരുമോ. ഓസ്തിതൻ രൂപമായി എന്നിൽ സക്രാരി തീർക്കുന്ന സർവേശ്വര, കാരുണ്യമായി അണയുന്ന സ്നേഹമേ, ഉദാശയാ അലിയുന്ന ഭോജ്യമേ. നീറുമെൻ വേളയിൽ ആശ്രയം നീ മാത്രമേ, ആഴമാം സ്നേഹമായി ഉള്ളിൽ നിറവാകണേ. തിരുകരത്താൽ എന്നെ നീ കഴുകേണമേ, എൻ നിഴലായി കൂടെ നീ വാഴേണമേ. തിരുകരത്താൽ എന്നെ നീ കഴുകേണമേ, എൻ നിഴലായി കൂടെ നീ വാഴേണമേ. ഈശോ നാഥ മനസ്സിലലിയു പ്രിയനേ, ഓസ്തിതൻ രൂപമായി എന്നിൽ സക്രാരി തീർക്കുന്ന സർവേശ്വര, കാരുണ്യമായി അണയുന്ന സ്നേഹമേ, ഉദാശയാ അലിയുന്ന ഭോജ്യമേ. നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിന് അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. വിശുദ്ധായ നിയമങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയമായ നമ്മുടെ ശരീരങ്ങളിൽ വിശുദ്ധവും പ്രിയകരമായ സജീവമായ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നമ്മളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയും നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും
അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യം നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണിമണയവേ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ. നവദമ്പതിമാരായ നിങ്ങളെ ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അഴകേ ഇനിയില്ല വേറാരുമേ, ഉലകിൽ ഇനിയെല്ലാം നീ മാത്രമേ. വിണ്ണിലെ അലയുന്ന താരമേ, നിലയില്ല ഭൂമിയിൽ അറിയാതെ വീണതോ, മണ്ണിലെ അഴകേറും എല്ലാമേ ഉണരുന്നേ മെല്ലെ. കൊതിയാലെ നിന്നെ കാണാനായി നിറകുങ്കുമമാകെ മെയ്യണിഞ്ഞു ഞാൻ. കൈ തൊടുമ്പോൾ നിന്നെ മൂവന്തിയാളെ ആരുയിരേ നീയെ ഉള്ളിനുള്ളിലായി ചേർത്തു വച്ചേ ഞാനേ എന്നെന്നുമേ. നിറകുങ്കുമമാകെ മെയ്യണിഞ്ഞു ഞാൻ. കൈ തൊടുമ്പോൾ നിന്നെ മൂവന്തിയാളെ ആരുയിരേ നീയെ ഉള്ളിനുള്ളിലായി ചേർത്തു വച്ചേ ഞാനേ എന്നെന്നുമേ. ഇലപൊഴിയും കാലം പോലും ഇതളാർന്നു നീയാൽ താനെ, ഇരുമിഴിയാൽ കണ്ടേ ഞാനും ഇവയെല്ലാം തന്നെത്താനേ. മുകിലോളം ഉയരും മോഹം മഴയായി പെയ്യും താഴെ, ഇതളാർന്ന പൂക്കൾ മുഴുവൻ നനയുന്നേ തന്നെ താനേ. നീ അലയുന്ന താരമേ, നിലയില്ല ഭൂമിയിൽ അറിയാതെ വീണതോ, മണ്ണിലെ അഴകേറും എല്ലാമേ ഉണരുന്നേ മെല്ലെ. കൊതിയാലെ നിന്നെ കാണാനായി നിറകുങ്കുമമാകെ മെയ്യണിഞ്ഞു ഞാൻ. കൈ തൊടുമ്പോൾ നിന്നെ മൂവന്തിയാലെ ആരുയിരേ നീയെ ഉള്ളിനുള്ളിലായി ചേർത്തു വച്ചേ ഞാനേ എന്നെന്നുമേ. നിറകുങ്കുമമാകെ മെയ്യണിഞ്ഞു ഞാൻ. കൈ തൊടുമ്പോൾ നിന്നെ മൂവന്തിയാലെ ആരുയിരേ നീയെ ഉള്ളിനുള്ളിലായി
ആഗ്രഹിക്കുന്നു. നമ്മളിൽ പലർക്കും ഇവർ രണ്ടുപേരെ അറിയാമെങ്കിലും let me give an official introduction of our groom Arvin and bride Abia. Our beautiful bride Abia Anthony, daughter of Anthony Pipi and Lily Anthony, who works as an accountant at Surya Plastic, and our handsome groom Arvin D. Joy, son of Joy TD and Nancy Joy, who is a customer advisor at Tata Motors. ഇന്നത്തെ ഈ ദിവസം ഇതേപോലെ തന്നെ ഇത്ര മനോഹരമായി കാണാൻ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ഓരോരുത്തരുണ്ട്. സോ ഒരുപാട് സ്നേഹത്തോടെയും ബഹുമാനത്തോടും കൂടി ഇന്നത്തെ ഈ സ്റ്റാർസിന്റെ സപ്പോർട്ട് പില്ലേഴ്സിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. യെസ്, ദർ പാരന്റ്സ് ആൻഡ് ഫാമിലി. ആദ്യമായി നമ്മുടെ ബ്രൈഡ് അബിയുടെ പാരന്റ്സിനെ വിളിക്കാം. ഫാദർ ആന്റണി പിപി, മദർ ലിലി ആന്റണി, elder brother ഫാദർ ആൽബിൻ, and younger brother and second brother Arvin. Please come. Mother Nancy Joy, elder sister Ardra, her husband Justin, and their little two charm girls, Anne Nora Justin, Jan Nihara Justin, and Arden's younger sister Aishwarya. Please be on the stage. Marriage is a fusion of two hearts, a harmony of two souls, and the union of two families.
നിലവിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറിയുയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ രാവ് പുലരാൻ കാത്തു കഴിയും നിന്നെ ഒന്ന് കാണാനായി ദൂരെ ഇരുളിൽ മഞ്ഞു കനവിൽ എന്നെ തേടിയില്ലേ നീ നിന്നോരോ വാക്കിലും നീളും നോക്കിലും പൂന്തേൻ തുള്ളികൾ നിറയെ പൊഴിയേ എന്തേ ഇങ്ങനെ മായാജാലമോ എന്നെ തന്നെ ഞാനെവിടെ മറന്നോ നിറമായി നിഴലായി നീയില്ലേ എന്നാളും നീല നിലവേ നിലവിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറിയുയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ ഈ ഉലകിൻ പകലിൽ ഞാൻ തേടുമീ എന്നുയിരിൻ നേർപകുതി നീയോമലേ ഈ ഉലകിൻ പകലിൽ ഞാൻ തേടുമീ എന്നുയിരിൻ നേർപകുതി നീയോമലേ എന്നിനവിനുൾക്കടലിൽ നീ എന്തിന് തേൻ തിരതൻ നീർ ചുഴികൾ തീർക്കുന്നിതാ നെഞ്ചോരം ചെണ്ടിയായി പ്രണയമാളവേ മണ്ണാകെ പിന്നാകെ പൂവണികളായതോ ഒരു വട്ടം നീ കേട്ടോ എൻ ഹൃദയമർമരം പൂവിട്ടോ ലാവട്ടോ ആ വിഴിയിലാകെയും ഈ ഉലകിൻ പകലിൽ ഞാൻ തേടുമീ എന്നുയിരിൻ നേർപകുതി നീയോമലേ കാറ്റെറിഞ്ഞു പോയ മഞ്ഞുമാരിയിൽ മെയ്നനഞ്ഞിരുന്ന നേരം ആഴമേറിയേറിയാഴിയാകയോ ആർദ്രമൗനമാർന്ന മോഹം മറുനിലമാകും ഈ വാഴ്വിൻ തീരാനോവിൻ മുറിവും താനേ മായാനിതുവഴി പോരും നിന്നെ കാലങ്ങൾ ഓരോന്നായി താണ്ടും നീ ജന്മം ഓ കാത്തുവച്ചോളാം മനസ്സിൽ ചേർത്തു വച്ചോളാം
ഈ ഉലകിൻ പകലിൽ ഞാൻ തേടുമീ എന്നുയിരിൻ നേർപകുതി നീയോമലേ എന്നിനവിനുൾക്കടലിൽ നീ എന്തിന് തേൻ തിരതൻ നീർ ചുഴികൾ തീർക്കുന്നിതാ നെഞ്ചോരം ചെണ്ടിയായി നീ പ്രണയമാലവേ മണ്ണാകെ പെണ്ണാകെ പൂവനികളായതോ ഇന്നത്തെ ദിനത്തെ ഈ രണ്ട് കുടുംബങ്ങളെയും നിന്റെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ സൃഷ്ടി ആരംഭത്തിൽ തന്നെ വിവാഹമെന്ന പ്രകാശ പരികരണം ചെയ്യും ഈ രണ്ട് മക്കളെയും നിന്റെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ മഹത്വവും ക്രിസ്തീയ വിശ്വാസത്തിലൂടെ ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുന്ന കൃപാകൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നു. അമ്മ മാതാവിൽ ഈ മക്കൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം. ചില കുഞ്ഞന്മാരെയും കുഞ്ഞാടികളെ ഈ മക്കൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം. നമുക്ക് എല്ലാവർക്കും വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാം. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയെ പതിവായതിലെന്നും തേൻ തുള്ളികൾ തുളുമ്പുന്നു താഴെ നീർത്തുള്ളി പോ നുകർന്നിടുവാനാ പറന്നെത്തി ഞാൻ അലരേ നീ എന്നിലെ ഒളിയായി മാറിയിടുമോ പിരിയാതെ നിന്നുവേ ജീവനേ ഇതളിൽ ഞാൻ ചേരവേ പ്രണയം നീയേകുമോ ഹൃദയം നീറുമ്പോഴും എന്നെന്നുമേ ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയെ ആരാരോ നീയേ ആരോമൽ പൂവേ വെൺതിങ്കൾ പോലെ മിന്നി വിണ്ണാകെ ആരാരോ നീയേ ആരോമൽ പൂവേ സ്വപ്നങ്ങൾ പോലെ ഇന്നീ നെഞ്ചാകെ എൻ റോജാ നീയേ ദിൽ ദിൽ സേ നീയേ എൻ അഞ്ജലി നീയേ ഗീതാഞ്ജലി